എല്ലാവർക്കും നമസ്കാരം. UPI പേയ്മെന്റ്സിന്റെ ഇടപാട് പരിധി NPCI അതായത് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വർദ്ധിപ്പിച്ച കാര്യം ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. എന്തൊക്കെയാണ് അതിലെ വിശദാംശങ്ങൾ? SB വ്യൂസ് ആൻഡ് റിവ്യൂസിന്റെ പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. 16/9/2024 മുതലാണ് ഈ വർധന നിലവിൽ വന്നിട്ടുള്ളത്. UPI ഇടപാടുകൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് സാധാരണ അറിയുന്ന പോലെ തന്നെ ഗൂഗിൾ പേ, അതുപോലെ ഫോൺ പേയിലൂടെയൊക്കെ നമ്മൾ നടത്തുന്ന ഇടപാടുകളാണ്. നേരത്തെ UPI ഇടപാടുകളുടെ ഉയർന്ന പരിധി 1 ലക്ഷം രൂപയായിരുന്നതാണ് ഇപ്പോൾ 5 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുള്ളത്. എന്നാൽ ഏതൊരു ഇടപാടിനും ഇത് 5 ലക്ഷം രൂപ തന്നെയാണോ? അല്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് ഇപ്പോൾ പ്രധാനമായും 4 സെക്ടറുകൾക്കാണ് നിജപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തേത് നമുക്ക് ഗവൺമെന്റിലേക്ക് നടത്താനുള്ള ടാക്സ് പേയ്മെന്റ്സ് ആണ്. അത് 1 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമാക്കി ഉയർത്തിയത് പൊതുജനങ്ങൾക്ക് ഗുണപ്രദമാണ്. രണ്ടാമത്തേത് ഹെൽത്ത് കെയർ രംഗത്താണ്. ഹോസ്പിറ്റല് അല്ലെങ്കിൽ അതുപോലുള്ള മെഡിക്കൽ സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ 5 ലക്ഷം വരെയുള്ള തുക UPI പേയ്മെന്റ്സിലൂടെ സ്വീകരിക്കാം എന്ന രീതിയിൽ ലളിതമാക്കിയിട്ടുണ്ട്. മൂന്നാമത്തേത് വിദ്യാഭ്യാസ ഫീസുകളാണ്. ഈ രംഗത്ത് പലപ്പോഴും വലിയ സംഖ്യയുടെ ഇടപാടുകൾ വരാറുണ്ട്. അതും 5 ലക്ഷമാക്കിയത് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണപരമാണ്. നാലാമത്തേത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന ഇനമാണ്. പല കമ്പനികളുടെയും IPOകൾ ഇഷ്യൂ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലേക്കുള്ള അടവുകൾ മുതലായവയും അതുപോലെ മറ്റു ചില ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതല്ലാതെ നാം സാധാരണയായി നടത്താറുള്ള ഇടപാടുകൾ ഈ പരിധിയിൽ വരുന്നേയില്ല. ഉദാഹരണത്തിന് നമ്മൾ ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോഴോ നടത്തുന്ന ഇടപാടിന്റെ പരിധിക്ക് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിപ്പോഴും 1 ലക്ഷം രൂപ തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ ഡിജിറ്റൽ ഇടപാടുകളെ കൂടുതൽ വിശാലമായ സാമ്പത്തിക മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് റിസർവ് ബാങ്ക് ഇത്തരം നടപടികളിലൂടെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ വലിയ തോതിലുള്ള ഇടപാടുകൾ നെറ്റ് ബാങ്കിംഗ് പോലുള്ള ചാനലുകളിലൂടെയായിരുന്നു നാം നടത്തിയിരുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓരോരുത്തരും അവരുടെ ബാങ്കുമായി ഈ ഇടപാടുകളുടെ പരിധി ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നുവെച്ചാൽ എല്ലാ ബാങ്കുകളും ഈ ഇടപാട് പരിധി ഒരുപോലെ, അതായത് യൂണിഫോമായി നടപ്പാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഭാവിയിൽ ഇതെല്ലാ പണമിടപാടുകളിലേക്കും വ്യാപിക്കുമെന്നും പണത്തിന്റെ മൂല്യം കുറയുന്നതിനനുസരിച്ച് 5 ലക്ഷം എന്ന പരിധി ഇനിയും ഉയർത്തുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.